ഒരു പ്രശ്നമില്ല. പറ്റത്തില്ല. പാലക്കാട്ട് വച്ച് ഇന്നലെ തെങ്ങിൽ നിന്ന് വീണ് മരിച്ച ചെത്തുതൊഴിലാളിയായിരുന്ന കുമരകം ഇടവട്ടം പുത്തമ്പറമ്പിൽ പ്രേമന്റെ മകൻ അരുൺ പ്രേമൻ 40 വയസ്സ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടി കുമരകം ഇടവട്ടത്തുള്ള ഭവനത്തിൽ കൊണ്ടുവന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കുമരകംകാരുടെ പ്രിയപ്പെട്ട വിച്ചുറുവിന് യാത്രാമൊഴി നൽകാൻ നാട് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അരുണിനെ നാട്ടിലെല്ലാവരും വിളിക്കുന്നത് വിച്ചുറു എന്നാണ്. കുമരകം ആറ്റമംഗലം പള്ളിയുടെ തൊട്ട് പുറയിലാണ് ഇടവട്ടം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് അരുണിൻ്റെ വീട്. എൻ്റെ വൈഫിൻ്റെ വീട് ഇതിന് തൊട്ട് സമീപം തന്നെയാണ്. ഞാൻ കുമരകത്ത് ചെന്ന കാലം തൊട്ട് വിച്ചുറുവായിട്ട് നല്ല ബന്ധമുണ്ട്. നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്ത് വലയങ്ങളുള്ള വിച്ചുറു പാലക്കാട് ചെത്ത് തൊഴിലാളിയായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസം മുമ്പാണ് വീട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയത്. എന്നാൽ ഇന്നലെ രാവിലെ തെങ്ങിൽ കയറി പുലരിയെടുക്കുകയും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കയറിയപ്പോഴത്തേനാണ് തെങ്ങിൻ്റെ മുകളിൽ വച്ച് അസ്വസ്ഥതയുണ്ടാകുകയും അവിടുന്ന് താഴേക്ക് വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ തൊട്ട് സമീപമുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് ആൾ മരണപ്പെട്ടു. പിന്നീട് പാലക്കാട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയത്. ഏറെക്കുറെ ഉച്ചയോടടുത്ത് തന്നെ പാലക്കാട്ടു നിന്ന് ആംബുലൻസ് കുമരകം ഇടവട്ടത്തെത്തി. ആംബുലൻസിൽ 7 പേരോളം ഉണ്ടായിരുന്നു. അവരെല്ലാം പാലക്കാട്ട് നിന്ന് വിച്ചുവിൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്നവരാണ്. അതോടൊപ്പം തന്നെ വിച്ചു കള്ളെടുത്തുകൊണ്ടിരുന്ന തെങ്ങിൻ തോപ്പിൻ്റെ ഉടമയായ ഗോപികയും കൂടെ ഉണ്ടായിരുന്നു. ഗോപികയാണ് എല്ലാ കാര്യങ്ങൾക്കും അവിടുത്തെ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് അവിടുത്തെ പെട്ടെന്ന് തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കെടുക്കാനും പോലീസ് റിപ്പോർട്ട് എഴുതാനും എല്ലാം ഒരുപാട് സഹായിച്ചത് ഗോപികയാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി വാസവൻ ഭവനത്തിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു പ്രശ്നമില്ല. പറ്റത്തില്ല. ഞാൻ ഒന്നും വേണ്ട, കൊണ്ടുപോകാൻ പറ്റത്തില്ല.
മൊത്തം മാറണേ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ കിടത്ത് നാളെ ഒരു ദിവസം ഇവിടെ കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കേട്ടില്ല. എന്നോട് ചോദിക്കാൻ വിച്രു ഇടവട്ടത്ത് വീട് പണിത് താമസം തുടങ്ങിയിട്ട് 1 വർഷമായുള്ളായിരുന്നു. വീടിൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങിനൊക്കെ ഞങ്ങൾ സംബന്ധിച്ചാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാം ഒരുപാട് ദുഃഖത്തിലാഴ്ത്തിയിട്ടാണ് വിച്രു ഇന്ന് ഇവിടുന്ന് വിട പറയുന്നത്. പാലക്കാട്ട് നിന്ന് ആംബുലൻസിൽ മൃതദേഹത്തോടൊപ്പം എത്തിയ ഗോപിക എവിടെയുണ്ട്. ഇതാണ് ഗോപിക. പാലക്കാട്ട് നിന്ന് നല്ല സ്പീഡിലാണ് ആംബുലൻസ് പോകുന്നത്. എന്നാൽ തൃശ്ശൂർ വെച്ച് വാഹനത്തിൻ്റെ ടയർ പൊട്ടിത്തെറിച്ചത് എല്ലാവരെയും ഭീതിയിലാഴ്ത്തി. ഏതായാലും വാഹനത്തിന് യാത്രക്കാർക്കും ഒന്നും സംഭവിക്കാതെ കുമരകത്ത് എത്തിച്ചേരാൻ സാധിച്ചു. പോകണം. ശരി, ആയിക്കോട്ടെ, കാണാൻ.